950, അതായത് ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുത്ത് വരുന്ന ഒരു വീടാണ്. സ്ക്വയർ ഫീറ്റ് റേറ്റ് 1886 രൂപ ഈ ഒരു വീടിന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും പല വീടുകളുടെയും റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സെയിം ഏരിയ വരുന്ന വീടുകളായിരിക്കാം, പക്ഷേ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെടുത്ത റേറ്റ് ചോദിക്കും സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഏരിയ ഉള്ള വീടുകളായാലും ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഹായ്, 4 സെന്റ് പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 950 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുകളും അതോടൊപ്പം തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരെ വീഡിയോയിലേക്ക് എടുക്കാം. കേരളത്തിലെ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലെ ആളുകൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. കൂടുതൽ അറിയാനായി താഴെ കൂടുതൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 950 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന വീടിന്റെ ഏരിയ വരുന്നത്. 2 ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ കണ്ടിട്ട് വരാം. അടുത്തതായിട്ട് ഈ ഒരു പ്ലാനിന്റെ 3D കട്ട് ഓഫ് പ്ലാൻ ആണ്. അപ്പോൾ നമുക്ക് ആ പ്ലാനിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇത് ഈ വീടിന്റെ 3D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് കാണാവുന്നതാണ്. ഇവിടെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. 2 ബെഡ്റൂമുകൾ ഈ പ്ലാനിൽ വരുന്നുണ്ട്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 3D പ്ലാനിൽ വരുന്നത്. ഇനി ഈ ഒരു വീട്ടിൽ ചെയ്തിട്ടുള്ള ചെറിയ ഇന്റീരിയറിന്റെ വർക്കുകൾ കണ്ടിട്ട് വരാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീടിന്റെ പ്ലാൻ ആണ്. അതിന്റെ മെഷർമെന്റും മറ്റു ഡീറ്റെയിൽസും ആണ് അടുത്തായിട്ട് വരുന്നത്. ഇത് 2D പ്ലാൻ ആണ്. ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സിറ്റ് ഔട്ട്. 322-120 സെന്റിമീറ്റർ എന്നാണ് സിറ്റ് ഔട്ടിന്റെ അളവ്. സിറ്റ് ഔട്ട് നിന്ന് ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് കിടക്കുന്നത്. 300-390 സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഏരിയയുടെ അളവ്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് വരുന്നു. 300-320 സെന്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ. ഇവിടെ ഒരു കോമൺ ബാത്റൂം കാണാവുന്നതാണ്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. 330-300 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ്. ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. 330-320 സെന്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിന്റെ അളവ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 2D പ്ലാനിൽ വരുന്നത്. പ്ലാനും അതിന്റെ ഡിസൈനുകൾ കണ്ടല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്രയാണെന്നുള്ളതാണ്. നമ്മൾ ഇന്റീരിയറിന്റെ അല്ല, കൺസ്ട്രക്ഷന്റെ മാത്രമാണ് പറയുന്നത്. ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത് 2,85,500 രൂപയാണ്. എർത്ത് വർക്ക്, അതുപോലെ RR മേസൺറി, കരിങ്കല്ല് വെച്ചിട്ടാണ് ഫൗണ്ടേഷൻ വരുന്നത്. അതിന് മുകളിൽ ബെൽറ്റ്, പിന്നെ അതിന്റെ മുകളിൽ വരുന്ന PCC കോൺക്രീറ്റ് ഒക്കെയാണ് 2,85,500 രൂപ ചെലവ് വരുന്നത്. അടുത്തത് സൂപ്പർ സ്ട്രക്ചർ, അതായത് നമ്മൾ ബ്രിക്ക് വർക്ക്, ലിൻഡല്, സൺഷെയ്ഡ്, റൂഫ് സ്ലാബ് ഉൾപ്പെടെയുള്ള ഒരു ചെലവാണ് വരുന്നത്. അതിൽ പ്ലാസ്റ്ററിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 8,64,000 രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. അതായത് 11,49,500 രൂപയാണ് ഇതിന്റെ സ്ട്രക്ചറൽ വർക്ക്, നമ്മുടെ കോൺക്രീറ്റ് വരെയുള്ള ചെലവ്, പ്ലാസ്റ്ററിംഗ് അടക്കം വരുന്നത് 11,49,500 രൂപയാണ്. അടുത്തത് പറയുന്നത് ഫിനിഷിംഗ് വർക്കുകളുടെ ചെലവാണ്. അതായത് ടൈല്, പെയിന്റിങ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, അതുപോലെ തന്നെ ഡോർസ് ആൻഡ് വിൻഡോസ്. 5,54,000 രൂപയാണ് അതിന് ചെലവ് വരുന്നത്. അതോടൊപ്പം തന്നെ 1,45,000 രൂപ മറ്റ് ചെലവുകളും നമ്മൾ ഇതിൽ കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 18,48,500 രൂപയാണ് ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് വരുന്നത്. 950 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരു ഏരിയ വരുന്നത്. 18,48,500 രൂപ നിർമ്മാണ ചെലവും വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 1,886 രൂപയാണ് ചെലവ് വരുന്നത്. അതായത് സ്ക്വയർ ഫീറ്റ് റേറ്റ് 1,886 രൂപ ഈ ഒരു വീടിന് വരുന്നുണ്ട്. ഇതിപ്പോൾ 950, അതായത് ഏകദേശം ഒരു 1000 സ്ക്വയർ ഫീറ്റ് എടുത്ത് വരുന്ന ഒരു വീടാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പും പല വീടുകളുടെയും റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ സെയിം ഏരിയ വരുന്ന വീടുകളായിരിക്കാം, പക്ഷേ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പല ആൾക്കാർ നമ്മളെടുത്ത റേറ്റ് ചോദിക്കും സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് പറയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഏരിയ ഉള്ള വീടുകളായാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുകയാണെങ്കിൽ അതിൽ നമ്മുടെ വീടിന്റെ നിർമ്മാണം കഴിയുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് റേറ്റ് എടുത്തിട്ട് പറയുന്നത്. അപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 1,886 രൂപയാണ് വരുന്നത്. വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. കേരളത്തിൽ തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് കൺസ്ട്രക്ഷൻ വർക്കിൽ എടുക്കുന്നത്. കൂടുതൽ അറിയാനായി താഴെ കൂടുതൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിലേക്ക് ഇതുപോലുള്ള ഒരു താല്പര്യമുള്ള ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.